ഇന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റാൻഡി ഓർട്ടൻ ഡ്രൂ മാക്കൻടയർ ഇവരുടെ സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യലും ഒരു ഓക്കെ ഫീലാണ് കിട്ടിയത്. അതായത് മാച്ചൊക്കെ നന്നായിട്ടുണ്ട് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച സംഭവമൊന്നും ഇന്ന് നടന്നില്ല. അതിന് പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട്, അത് വീഡിയോയിൽ പറഞ്ഞു പോകാം. ഇനി റാൻഡി ഓർട്ടൻ ഡ്രൂ മാക്കൻടയർ ഇവരുടെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ റിംഗ് സൈഡിൽ ലോഗൻ പോൾ ഡ്രൂ മാക്കൻടയറിന് സപ്പോർട്ടായിട്ടും സിംഗർ ജെല്ലി റോൾ റാൻഡി ഓർട്ടന് സപ്പോർട്ടായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. മാച്ച് നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് റാൻഡി ഓർട്ടനെ തന്നെ ഡ്രൂ മാക്കൻടയർ ബാക്ക് ടു ബാക്ക് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചു. പിന്നീട് റാൻഡി ഓർട്ടൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഡ്രൂ മാക്കൻടയറിനെയും അതേപോലെ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് അടിച്ചുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ലോഗൻ പോൾ ഇടപെട്ടുകൊണ്ട് ചീറ്റ് ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അവസാനം ലോഗൻ പോളിനെ ജെല്ലി റോൾ ചെന്ന് അറ്റാക്ക് ചെയ്തു. ശേഷം ഡ്രൂ മാക്കൻടയറുമായിട്ട് ജെല്ലി റോളിന് ഒരു സ്പാർക്ക് വരുന്നത് പോലെയും കാണിച്ചു. എന്നിട്ട് ഡ്രൂ മാക്കൻടയർ ഫിനിഷർ ചെയ്യാൻ പോയ സമയത്ത് റാൻഡി ഓർട്ടൻ അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ RKO ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ലോഗൻ പോൾ റാൻഡി ഓർട്ടനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. പിന്നീട് ജെല്ലി റോൾ വന്നുകൊണ്ട് റാൻഡി ഓർട്ടനെ സേവ് ചെയ്തു, അതായത് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്ത്. എന്നിട്ട് നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കൻടയർ ജെല്ലി റോളിനെ ഒരു ക്ലൈമോർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പോയി. പിന്നീട് ഇതേ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ റാൻഡി ഓർട്ടനും ജെല്ലി റോളും ചേർന്നുകൊണ്ട് സമ്മർ സ്ലാമിൽ ലോഗൻ പോൾ ഡ്രൂ മാക്കൻടയർ ഇവർക്കെതിരെ ഒരു ടാഗ് ടീം മാച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിൽ ചാലഞ്ച് ചെയ്ത് ഒരു ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് സമ്മർ സ്ലാമിൽ. റാൻഡി ഓർട്ടനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാസമായിട്ടുള്ളൊരു സിംഗിൾസ് മാച്ചാണ് പ്രതീക്ഷിച്ചത്, എന്നാലും കുഴപ്പമില്ല. അടുത്ത മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സോളോ സിക്കാവ വേഴ്സസ് ജിമി ഉസോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ പല സമയങ്ങളിലും കള ടോങ്കയെല്ലാം ചീറ്റ് ചെയ്യാൻ നോക്കുന്നത് പോലെ കാണിച്ചിരുന്നു. അതായത് കിട്ടിയ അവസരത്തിൽ റഫറി കാണാതെ ജിമ്മി ഉസോനെയെല്ലാം അറ്റാക്ക് ചെയ്തു. പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ജിമ്മി ഉസോ ഫിനിഷറൊക്കെ ചെയ്തു എങ്കിലും സോളോ സിക്കാവ കിക്ക് ഔട്ട് ചെയ്തു. പിന്നെ വീണ്ടും ഇത്തരത്തിൽ ചീറ്റ് ചെയ്യുന്ന സമയത്ത് ജിമ്മി ഉസോനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ബ്ലഡ് ലൈൻ്റെ സഹായം വഴി സോളോ സിക്കാവയാണ് സ്റ്റിൽ ചാമ്പ്യനായത്. അതിനുശേഷം സോളോ സിക്കാവ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ജിമ്മി ഉസോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് സമോൺ സ്പൈക്ക് എല്ലാം കൊടുത്തു. പിന്നീട് അവിടെ ജേക്കബ് ഫാട്ടു വന്നുകൊണ്ട് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ജേക്കബ് ഫാട്ടുവിനെയും ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം ഒരു സൂയിസൈഡ് ഡൈവ് എല്ലാം ചെയ്തുകൊണ്ട് ജേക്കബ് ഫാട്ടു ആണ് ഈ സെഗ്മെന്റിൽ മാസായി നിന്നത്. എന്തായാലും സമ്മർ സ്ലാമിൽ ഇവർക്ക് US ചാമ്പ്യൻഷിപ്പ് വീണ്ടും വരും. പിന്നീട് ജെറ്റ് കാർഗിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് കാണാൻ വന്ന സമയത്ത് നയോമി വന്നുകൊണ്ട് ജെറ്റ് കാർഗിലിനെ അറ്റാക്ക് ചെയ്ത് ശേഷം സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഒക്കെ കണക്ട് ചെയ്ത് അവസാനം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ട് നാളത്തെ മാച്ചിലേക്ക് ബിയാങ്ക ബെല്ലറിനെയാണ് ആഡ് ചെയ്തത്. ബിയാങ്ക ബെല്ലർ റിട്ടേൺ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ടുണ്ട്. അടുത്ത മാച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച മാച്ചാണ്. സെത്ത് റോളൻസ് LA നൈറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിൽ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. റോമൻ റെയിൻസ് വരുമോ, സെത്ത് എങ്ങനെയാണ് മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്, ബ്രൗൺ ബ്രേക്കർ ടീമൊക്കെ വന്നുകൊണ്ട് എന്താണ് ചെയ്യുക എന്നുള്ള ഒരുപാട് പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയൊന്നും അധികം മുന്നോട്ട് പോയില്ല. അതായത് മാച്ച് നന്നായി പോയി എങ്കിലും പകുതിക്ക് വെച്ച് സെത്ത് റോളൻസ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വാൻഡൻ ബൗൺ ചെയ്യുന്നത് പോലെയും അതിനുശേഷം കാല് ചെന്ന് റിങ്ങിലടിച്ചുകൊണ്ട് നൈസായിട്ടൊന്ന് മടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും സെക്കൻഡ് റോപ്പ് യൂസ് ചെയ്ത് മോൾസൗട്ട് ട്രൈ ചെയ്ത സമയത്ത് സെത്ത് റോളൻസിൻ്റെ കാലിൽ ഇഞ്ചുറി സംഭവിച്ചു. അപ്പോൾ ആദ്യം സ്റ്റോറി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നീട് റെഫറി എല്ലാം സിഗ്നൽ കൊടുത്തതിന് ശേഷം വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് LA നൈറ്റിനെ കൊണ്ട് BFT ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ LA നൈറ്റാണ് വിൻ ചെയ്തത്. അപ്പോൾ സെറ്റിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അവസാനിപ്പിച്ചു വിട്ടത്, അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും സെറ്റിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്നും പോയി ഈ ഒരു മാച്ചിൽ. അപ്പോൾ ഈ മാച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല, അതായത് സെറ്റിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട്. അപ്പോൾ വലിയ ഇഞ്ചുറി ആവാതിരിക്കട്ടെ, കാരണം സമ്മർ സ്ലാം എടുത്തു. സമ്മർ സ്ലാമിലാണ് നമ്മൾ കിടില ഐറ്റംസ് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് സെത്തിൻ്റെ പരിക്ക് അത്ര വലുതാവരുത്. അതുകൊണ്ട് സെത്ത് പെട്ടെന്ന് തന്നെ വരട്ടെ. ഇനി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ചാമ്പ്യൻ ഗന്ധർ വേഴ്സസ് ഗോൾഡ്ബർഗ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിൽ ഗോൾഡ്ബർഗിൻ്റെ എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ ഈ മാച്ചിലും അത്യാവശ്യം നന്നായി തന്നെ ഗോൾബർഗ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഗന്ധറിന്റെ കയ്യിൽ നിന്നും ഒരുപാട് വാങ്ങിക്കൂട്ടിയെങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ഒരു സ്പിയർ ചെയ്യാൻ നോക്കിയ സമയത്ത് അത് റെഫറിക്കാണ് കിട്ടിയത്. പിന്നീട് ഗോൾബർഗിന്റെ മകന്റെ അടുത്ത് പോയി ഗന്ധർ പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും ശേഷം റിങ്ങിലേക്ക് കയറിയ സമയത്ത് ഗോൾബർഗ് അങ്ങനെ തന്നെ സ്പിയർ വെച്ച് ജാക്ക് ഹാമർ ചെയ്ത് മാച്ച് വിൻ ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് റെഫറി എല്ലാം വന്നു. പക്ഷേ ഗന്ധർ അത് കിക്ക് ഔട്ട് ചെയ്ത് പിന്നീട് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗോൾബർഗിനെ തോൽപ്പിച്ച് ഗന്ധറാണ് വിൻ ചെയ്തത്. അപ്പോൾ ഗോൾബർഗിന്റെ അവസാനത്തെ മാച്ച് സബ്മിഷൻ മൂലം തോറ്റേക്കാണ് ഗോൾബർഗ്, അതും ടാപ്പ് ഔട്ട് ചെയ്തിട്ടല്ല. പിന്നീട് ഫാൻസിനൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് അങ്ങനെ തന്നെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടന്നത്. ബിയാങ്ക ബെല്ലറിന്റെ റിട്ടേൺ ഒഴിച്ച ബാക്കിയൊന്നും റിട്ടേൺ ആയിട്ട് ഇല്ല. മെയിനായിട്ടുള്ള കാരണം സെത്തിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരു ഓക്കെ ഫീലാണ് കിട്ടിയത്.